വന്യമൃഗങ്ങൾക്ക് പിന്നാലെ തേനീച്ചകളെയും പേടിച്ചു ജീവിക്കുകയാണ് ഒരു നാട്. പത്തനാപുരം വാഴത്തോപ്പിൽ തേനീച്ചക്കൂടുകൾ കൊണ്ട് നിറഞ്ഞ മരം നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു. നിരവധി തവണ പരാതി കൊടുത്തിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധവുമുണ്ട്. ലിജോയുടെ റിപ്പോർട്ട്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വാഴത്തോപ്പിന് സമീപം ഷാപ്പ് പടിക്കടുത്താണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട മരമുള്ളത്. അതായത് ഒരു ഇലവ് മരമാണ്, മുള്ളിലവ് മരമാണ്. എന്താണ് കാരണമെന്നറിയില്ല. ഇപ്പോൾ തന്നെ ആ മരത്തിൽ ഏകദേശം 15-ലധികം തേനീച്ചക്കൂടുകളാണുള്ളത്. ചെറിയ തേനീച്ചയല്ല, വലിയ തേനീച്ചക്കൂടുകളാണുള്ളത്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വൈകുന്നേര സമയമാകുമ്പോൾ ആളുകൾക്ക്, അതായത് സമീപത്തുള്ള വീടുകളിലേക്ക് ഇവ കൂട്ടത്തോടെ വരികയും ആ ലൈറ്റുകളിലൊക്കെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കുട്ടികളുണ്ട്, മുതിർന്നവർക്കെല്ലാം ഇതൊരു പ്രശ്നമാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്കൂളിലൊക്കെ പോകുന്ന ഒരു മോളുണ്ട്. അവർക്ക് കഴിഞ്ഞ ദിവസവും വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ, അതായത് തേനീച്ച കൂടുതലായി എത്തുന്നത് മൂലം പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ തേനീച്ച വലിയ പ്രശ്നമാണോ ഉണ്ടാക്കുന്നത്? ബുദ്ധിമുട്ടാണ്. ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ആ ബൾബിലൊക്കെ വന്നിരുന്ന് അവിടെ അങ്ങനെ വന്നിരുന്ന് മൂളിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ പരീക്ഷ അടുത്തിരിക്കുന്ന സമയം, അതിൻ്റെ കൂടെ ഈ തേനീച്ചയുടെ ഈ പ്രശ്നം. അപ്പോൾ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളവരെല്ലാം ഇരിക്കുന്നത്. വലിയ തേനീച്ചകളാണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര വലുതാ അത്. ഇവിടെ ഓരോരുത്തരെ കുത്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ അത് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആശുപത്രി ചികിത്സ തേടുക, അതേ ഉള്ളു. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഇതിനൊക്കെ കുറെ ഇത് കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് പരാതി കൊടുത്തതാ. പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ടും. ചേട്ടാ, ഈ വീട്ടില് എനിക്കൊന്ന് നമ്മളൊക്കെ ഒരു ഇത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. കുഞ്ഞു പിള്ളേർക്ക് അറിയില്ലല്ലോ, അതൊക്കെ വലിയ പ്രശ്നമായി. തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ്. ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊന്നും പറ്റത്തില്ല. TV പോലും ഓൺ ചെയ്യാൻ പറ്റും. TV ഓൺ ചെയ്താൽ ആ സെക്കൻഡിൽ സ്ക്രീനെ വന്നിട്ട് ഈച്ച വന്ന് നിൽക്കും. നമുക്ക് അടിച്ചു കളഞ്ഞാൽ നമ്മളെ കുത്തും. ഇതെങ്ങനെ കൂട്ടത്തോടെ ലൈറ്റ് കണ്ടാൽ അന്നേരം ഒരു പകൽ പോലും ചില സമയത്ത് ഈ പരുന്തിന്റെ ശല്യം ഉണ്ടെങ്കിൽ അന്നേരം ഇളകും. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഓടുക. പറ്റില്ല. നമ്മൾ ഈ പരാതി ജനപ്രതിനിധികളോടൊക്കെ പറയുമ്പോൾ അവരെന്താണ് പരാതി കൊടുത്തപ്പം അവർ ആദ്യം പറഞ്ഞു മരം ലേലത്തിൽ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ എടുത്തിട്ടുമില്ല, മുറിച്ചിട്ടുമില്ല. ഒരു തവണ എന്തോ ഇതെല്ലാം മാറ്റിയതാണ്. വീണ്ടും പക്ഷേ വളരെ വേഗത്തിൽ ഇല്ല മാറ്റിയിട്ടില്ല. കുറച്ച് മാത്രമേ മാറ്റിയുള്ളൂ. ബാക്കി ബാലൻസ് അതുപോലെ നിൽക്കുകയായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ വിചാരിച്ച് നടക്കും ഡ്രോൺ ഉപയോഗിച്ചിട്ട് കത്തിച്ച് വേണമെങ്കിൽ കളയാൻ പറ്റും. അവർ തീരുമാനിക്കണം. കാരണം ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ നാളെ ഞങ്ങളുടെ പേര് കേസെടുക്കും. ഇവർ പറഞ്ഞതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ, മുതിർന്നവരെല്ലാവരും പ്രശ്നം അനുഭവിക്കുന്ന ഈ പ്രധാന പാതയുടെ തൊട്ടടുത്തായി തന്നെയാണ്. കാര്യം ഒരു എന്തെങ്കിലും കാക്കയോ അല്ലെങ്കിൽ പരുന്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പകൽ സമയത്ത് പോലും ഇതുവഴിയുള്ള സഞ്ചാരം ബുദ്ധിമുട്ടിലാകും. അപ്പോൾ അധികൃതർ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം അത് മാറ്റുന്നതിന് വേണ്ടി ആളുകൾക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. വാഴത്തോപ്പിൽ നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.